പക്ഷെ ഇവിടെ പറയുന്നത് ഡ്രിപ്പ് കൊടുക്കുകയാണെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ നിങ്ങൾ ആർക്കാണ് ഡ്രിപ്പ് കൊടുക്കാൻ ശ്രമിക്കുന്നത്? ആരെയാണ് നിങ്ങൾ സഹായിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ ഡൽഹിയിൽ ചെയ്ത അതേ പൊളിറ്റിക്സ് ആണ് കേരളത്തിൽ നടത്താൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ഡ്രിപ്പ് കൊടുത്തത്, എന്ത് കണക്ക് പറഞ്ഞാലും ഡ്രിപ്പ് കൊടുത്തത് അവിടെ BJPക്കാണ്. ഡ്രിപ്പും പിന്നെ ബൂസ്റ്റും കൊടുത്ത് BJPയെ സഹായിക്കുന്ന രാഷ്ട്രീയം ഉണ്ടല്ലോ, ആ രാഷ്ട്രീയം തന്നെ ഇവിടെ. നിങ്ങൾ എന്ത് സാങ്കേതിക കണക്കാ പറഞ്ഞേ? ഇന്ത്യയിൽ ഇപ്പൊ എന്താ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം തന്നെ തകർക്കുന്ന തരത്തിലേക്ക് പോയില്ലേ നിങ്ങൾ കേരളത്തിൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പണിയല്ല ചെയ്യുന്നത്. കിഫ്ബി എന്ന് പറയുന്നത് ഞാനിവിടെ പറഞ്ഞത് ഉത്തരവാദിത്തമായ രാഷ്ട്രീയം കൂടിയാണ്. ഉത്തരവാദിത്തമായ അടിസ്ഥാനത്തിലാണ്, രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നണി അടിസ്ഥാനത്തിലാണ് ഞങ്ങളോട് നിൽക്കുന്നത്. നിങ്ങൾ സിയാൻഡേജി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ അത് ഫ്യൂൽ ചെയ്ത് കൊടുത്തു. സാർ, പണ്ടൊരു സിനിമയിലുണ്ട്, അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാണ് എന്റെ അമ്മാവൻ എന്ന് പറഞ്ഞ പോലെ അല്ല. അങ്കമാലി എന്ന് പറയുന്നത് ഞാൻ വെറുതെ പറയില്ല. അങ്കമാലിയിൽ ഇപ്പോൾ അങ്കമാലി ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും, അങ്കമാലിയിൽ അങ്ങക്ക് ഞാൻ ഈ പറയുന്ന പ്രസംഗം അങ്ങക്ക് അവിടെ മണ്ഡലത്തിൽ ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞത് അങ്ങ് ആ കിട്ടുന്ന കാര്യങ്ങളെ പോലും തമസ്കരിക്കാനും ഇല്ലാതാക്കാനും പറ്റുന്ന കാര്യങ്ങൾ. സാർ, ഇപ്പൊ ഗിഫ്റ്റ് സിറ്റി, ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പറയുമ്പോൾ ഒരു കാര്യം പറയാം.